അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് സൂറത്തുൻ നബയിലെ 19, 20 ആയത്തുകളിലെ വാക്കുകൾ കൂട്ടി വായിച്ച് ഓതുന്ന രൂപമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ കാണാം വഫുതിഹത്തി. കൂടാതെ തന്നെ ഞാൻ ഓതിക്കഴിഞ്ഞ ശേഷം എൻ്റെ പിന്നാലെ ഓതാം. വഫുതിഹത്തി വഫുതിഹത്തി സമാഉ സമാഉ. ഇവിടെ നല്ലപോലെ നീട്ടണം കേട്ടോ. സാധാരണ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നീട്ടണം. സമാഉ വഫുതിഹത്തി. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? വാവ്, അതുപോലെ ഫു, ഫ ഉണ്ട്, പിന്നെ ത ഉണ്ട്, തീ, പിന്നെ ഹ, ഹ, പിന്നെ ത, തീ. വഫുതിഹത്തി. കൂട്ടി വായിക്കാൻ അറിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ വായിപ്പിക്കണം കേട്ടോ. രക്ഷിതാക്കൾ ഒരിക്കലും ഒറ്റയടിക്ക് ഇത് വായിച്ചു കൊടുക്കരുത്. അവരെ കൊണ്ട് എന്ത് ചെയ്യുക? വായിപ്പിക്കുക ഒരക്ഷരങ്ങളും. ഒരാദ്യം വ എന്ന് പറയും, അതുപോലെ തന്നെ ഫു എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് കൂട്ടി വായിപ്പിക്കുക. വ ഫു വഫു. എന്നിട്ട് അടുത്ത രണ്ടെണ്ണം വായിപ്പിക്കുക. തി ഹ. വ ഫു തി ഹ വഫുതിഹ. പിന്നെന്ത് ചെയ്യും? തി വഫുതിഹത്തി. അങ്ങനെ ചേർത്ത് വായിപ്പിക്കുക. വഫുതിഹത്തി സമാഉ സമാഉ. ഇവിടെ സീനിന് ശബ്ദമുണ്ട്. സമാഉ. ഇവിടെ മീമിന് മായൻ്റെ അക്ഷരത്തെ നീട്ടാൻ ഇവിടെ മദ്ദുണ്ട്. നല്ല വണ്ണം നീട്ടണം. ഇവിടെ സമാഉ എന്നുള്ളിടത്ത് അലിഫ് ലാമുണ്ട്. അലിഫ് അതുപോലെ ലാമ്. ഈ അലിഫ് ലാമിൻ്റെ അടുത്ത് സീൻ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യില്ല? അലിഫ് ലാം ഉച്ചരിക്കൂല. കാരണം ഇത് ഷംസിയായ അക്ഷരത്തിൽ പെട്ടതാണ്. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അൽ എന്ന് പറയില്ല, അസ്സമാഉ. പിന്നെ മീമുണ്ട്, പിന്നെ അലിഫ് നീട്ടാൻ, പിന്നെ ഹംസ് ഉ. വഫുതിഹത്തി സമാഉ സമാഉ. ഇനി അടുത്തത് ഫ കാനത്ത് ഫകാനത്ത് ഫകാനത്ത് ഫകാനത്ത്. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഫ, ഫ ഉണ്ട്, കാഫ് ഉണ്ട് അല്ലേ? കാഫിന് നീട്ടാൻ അലിഫുണ്ട്. കാഫ് നീട്ടാനുള്ള അലിഫ്. പിന്നെ നൂന്, ത, അത് രണ്ടുണ്ട് ഇവിടെ. ന ത് ഫകാനത്ത് ഫകാനത്ത്. അബ്വാബ അബ്വാബ അബ്വാബ. ഇവിടെ അബ്വാബ എന്ന് പറയുമ്പോൾ അലിഫുണ്ട്, ബ, അതിനോട് കൂട്ടി എഴുതിയിട്ടുള്ള വാവ്. അതുപോലെ അലിഫ് നീട്ടാനുള്ളതാണ്. പിന്നെ ബ എഴുതിയിട്ടുണ്ട്, അതിന് ശേഷം നീട്ടാനുള്ള അലിഫ്. അബ്വാബ. ഇനി കൂട്ടി വായിച്ചു നോക്കാം. വഫുതിഹത്തിസ് സമാഉ. ൻ്റെ ശേഷം വായിക്കണേ. വഫുതിഹത്തിസ് സമാഉ
وفتحت السماء فكانت أبوابا فكانت أبوابا فكانت أبوابا وفتحت السماء فكانت أبوابا وفتحت السماء فكانت أبوابا. ഇവിടെ ഓരോന്നും വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഓരോ വാക്കിൻ്റെ അക്ഷരങ്ങൾ. ഇനി അടുത്ത ആയത്ത് വസുയ്യിറത്തി വസുയ്യിറത്തി വസുയ്യിറത്തി. ഇവിടെ യാഇന് ഷദ്ദുണ്ട്. വസുയ്യിറത്തി, യാഇനെ കനപ്പിച്ചു പറയണം. വസുയ്യിറത്തി അൽജിബാലു അൽജിബാലു അൽജിബാലു. ഇവിടെ ജീമ് ഖമരിയായ അക്ഷരത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അൽ എന്ന് ഉച്ചരിച്ചത്. ഇനി കൂട്ടി വായിക്കാം. വസുയ്യിറത്തിൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു. ഇവിടെ കണ്ടോ, വസുയ്യിറത്തി എന്ന് പറയുന്നിടത്ത് വാവ്, സീന്, യാ, റാ, താ. വസുയ്യിറത്തി. അതുപോലെ അൽ ജിബാലു എന്നുള്ളിടത്ത് അലിഫ്, ലാം, ജീമ്, ബാ, അലിഫ്, ലാം. അൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു. ഇനി അടുത്തത് ഫക്കാനത്ത് ഫക്കാനത്ത് സറാബാ സറാബാ ഫക്കാനത്ത് സറാബാ ഫക്കാനത്ത് സറാബാ. ഇനി കൂട്ടി വായിക്കാം. ഇവിടെ ഫക്കാനത്ത് നമ്മൾ കഴിഞ്ഞത് ആയത്തിൽ പറഞ്ഞതാണ്. സറാബ എന്നുള്ളിടത്ത് സീന്, പിന്നെ ശേഷം റാ കൂട്ടി എഴുതണം. റാ, പിന്നെ അലിഫ്, പിന്നെ ബാ ഉണ്ട്, പിന്നെ ഒരു അലിഫും. സറാബ വസുയ്യിറത്തിൽ ജിബാലു ഫക്കാനത്ത് സറാബാ വസുയ്യിറത്തിൽ ജിബാലു ഫക്കാനത്ത് സറാബാ വസുയ്യിറത്തിൽ ജിബാലു ഫക്കാനത്ത് സറാബാ. വസുയ്യിറത്തിൽ ജിബാലു ഫക്കാനത്ത് സറാബാ. ഇതെന്ത് ചെയ്യണം? ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.